ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഡീൽസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ലൈവ് ആയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നോക്കി കഴിഞ്ഞാൽ കുറേ അധികം ഓഫേഴ്സും കാര്യങ്ങളും കുറേ നല്ല മോഡൽസുകൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് ഡീൽ ഓഫ് മിഡ് റേഞ്ചും അതുപോലെ ബെസ്റ്റ് ഡീൽ ഓഫ് ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള സ്മാർട്ട് ഫോൺസിൻ്റെയും ആ ഒരു ഡീൽസാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക്കേഷനോ അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ നോക്കുന്നില്ല. നേരെ ഇതിൻ്റെ ഓഫേഴ്സും അതുപോലെ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺസൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇനി ബഡ്ജറ്റ് ലെവലുള്ള സ്മാർട്ട് ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ലിസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം വെച്ചാൽ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ കുറച്ച് മോഡൽസിൻ്റെ ലിസ്റ്റ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് പറയുന്നത് മിഡ് റേഞ്ച് ലെവലുള്ള സ്മാർട്ട് ഫോൺസാണ്. അതായത് 15,000 രൂപ തൊട്ട് 30,000 രൂപ ബഡ്ജറ്റ് കാറ്റഗറിയിലുള്ള കുറച്ച് മോഡൽസ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലിസ്റ്റിൽ ഈ ഒരു മോഡൽസ് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ നോക്കുക. ഇതൊക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാവുന്ന ബെസ്റ്റായിട്ടുള്ള കുറച്ച് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 2023 സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് വന്ന സാംസങ് ഗാലക്സി S21 FE എന്ന് പറയുന്ന ആ ഒരു സ്നാപ്ഡ്രാഗൺ എഡിഷൻ മോഡലാണ്. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 49,000, അതായത് 50,000 രൂപ ബഡ്ജറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഓഫറുള്ള പ്രൈസ് എന്ന് പറയുന്നതാണ് 29,990 രൂപ. അതിന് തീർച്ചയായിട്ടും വർത്തായുള്ള ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു S21 FE എന്ന് പറയുന്ന ഈ ഒരു സ്നാപ്ഡ്രാഗൺ എഡിഷൻ മോഡൽ. മോട്ടോറോള സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 30K ബഡ്ജറ്റിൽ നോക്കാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് മോട്ടോറോള എഡ്ജ് 40 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 29,990 രൂപയാണ്. ഇതിന് നമുക്ക് ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 24,990 രൂപയാണ്. ഇതിൻ്റെ എല്ലാ ഓഫറും കഴിഞ്ഞിട്ട് കിട്ടുന്ന ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് 23,990 രൂപ. അതിന് തീർച്ചയായിട്ടും വർത്തായുള്ള ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു മോട്ടോറോള എഡ്ജ് 40 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. കഴിഞ്ഞ വർഷം നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങിയ നത്തിങ് ഫോൺ 1 അത്രയും മോശക്കാരനൊന്നുമല്ല, നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം നല്ലൊരു പ്രൈസ് ആയിരുന്നു. അതായത് 26,000 രൂപ ബഡ്ജറ്റിലായിരുന്നു ഇത് വന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഓഫറിൽ 23,990 രൂപ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും വർത്തായുള്ള ഒരു മോഡൽ തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ പാറ്റേൺ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നത്തിങ് ഫോൺ 1 നോക്കാം. നത്തിങ് ഫോൺ 2ലും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് നിങ്ങൾക്ക് ഒരു 15,000 രൂപ ബഡ്ജറ്റ് ഉണ്ട്. അതിന് താഴെ നിങ്ങൾക്ക് ബഡ്ജറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു കിടില മോട്ടോ സ്മാർട്ട് ഫോണാണ് മോട്ടോ എഡ്ജ് 54 എന്ന് പറയുന്ന മോഡൽ. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 15,990 രൂപയാണ്. 1000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 13,990 രൂപയാണ്. ഈ ഒരു ഓഫർ പ്രൈസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് 12,990 രൂപയ്ക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. അതിനും ഈ ഒരു മോഡൽ വെർത്തായിട്ടുള്ള ഒരു മോഡലാണ്. നിങ്ങൾ ആ ഒരു പ്രൈസ് തമ്മിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു മോഡലും കൂടെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതേ കാറ്റഗറിയിൽ വരുന്ന ഒരു പവർഫുൾ ആയിട്ടൊരു സ്മാർട്ട് ഫോണാണ് പോക്കോൻ്റെ പോക്കോ X5 Pro എന്ന് പറയുന്നത്. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 19,990 രൂപയാണ്. ഇതിൻ്റെ ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 17,990 രൂപയാണ്. ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. 1,500 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നതാണ് 16,499 രൂപ. ഇതിന് തീർച്ചയായിട്ടും പുറത്തായുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് പോക്കോ X5 Pro എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. പ്രോ വേരിയൻ്റ് ആണ് കിട്ടുന്നത്, X5 അല്ല, പ്രോ വേരിയൻ്റ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലായ റിയൽമി GT2 എന്ന് പറയുന്ന, അതായത് GT2 Pro എന്ന് പറയുന്ന ആ ഒരു മോഡലിനും പ്രൈസും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട്. അതായത് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 35,990 രൂപയാണ്. ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 27,990 രൂപയാണ്. ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. എല്ലാ ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നതാണ് 26,990 രൂപ. ഇതിനും റിയൽമിയുടെ സൈഡിൽ നിന്ന് ഒരു പവർഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു GT2 Pro എന്ന് പറയുന്ന മോഡൽ. റെഡ്മിയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 12 5G എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 16,990 രൂപയാണ്. ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 15,990 രൂപയാണ്. 2,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓഫറും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നതാണ് 13,990 രൂപ. പിന്നെ ഒരു മറ്റൊരു മോഡലാണ് പോക്കോ F5 എന്ന് പറയുന്നത്. ഒരു പവർഫുൾ ആയ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് സ്നാപ്ഡ്രാഗൺ 7 Gen 2 ആണ് ഇതിൽ കിട്ടുന്നത്. അതും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 27,990 രൂപയാണ്. നമുക്ക് ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 21,990 രൂപയാണ്. 1000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. 20,990 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. OnePlusൻ്റെ സൈഡിൽ നിന്ന് OnePlus Nord C3 എന്ന് പറയുന്ന മോഡൽ വരുന്നുണ്ട്. 26,990 രൂപയാണ് ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. 24,990 രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ആക്ച്വൽ പ്രൈസ്, അതായത് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്. നമുക്ക് 2,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 22,990 വരെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിന് ഒരു ഓക്കെ ആയുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു OnePlusൻ്റെ മോഡൽ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നിങ്ങൾ 15,000 രൂപ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഒരു മോട്ടോ സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റിയ ഒരു മോഡലാണ്. അതായത് മോട്ടോൻ്റെ G84 എന്ന് പറയുന്ന ഒരു മോഡൽ. നോർമൽ പ്രൈസ് 19,990 വരെയാണ്. ഡീൽ പ്രൈസ് 17,990 വരെയാണ്. ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഓഫർ കഴിഞ്ഞുള്ള പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 16,990 വരെയാണ്. ഈ ഒരു രണ്ട് മോഡലിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ബൈ ചെയ്യണമെന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മോഡൽസൊക്കെയാണ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ കുറച്ച് മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലിസ്റ്റുകളിൽ നിങ്ങൾ പല സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ പല പ്രൈസ് കാറ്റഗറിയിലായിരിക്കും നോക്കുന്നത്. അപ്പം ഈ ഒരു മോഡൽസൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കിയ ശേഷം മാത്രം ബൈ ചെയ്യുക. ഇനി നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത സാംസങ് ഗാലക്സി S22 Ultra എന്ന് പറയുന്ന ആ ഒരു മോഡലിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 94,990 രൂപയാണ് പ്രൈസ്
കാര്യങ്ങൾ വരുന്നത്. ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 84,990 രൂപയാണ്. ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. 71,490 രൂപയാണ് നമ്മൾ ഓഫറും കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത്. എന്തായാലും പുറത്തായുള്ളൊരു മോഡൽ തന്നെയാണ് ഈ ഒരു S22 Ultra എന്ന് പറയുന്ന മോഡൽ. ഷവോമിയുടെ സൈഡിൽ നിന്ന് ലൈക്ക ക്യാമറ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഷവോമി 13 Pro എന്ന് പറയുന്ന മോഡലിനെ പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 79,990 രൂപയാണ്. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓഫർ കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 69,990 രൂപയാണ്. മോട്ടോറോള സൈഡിൽ നിന്ന് വന്ന ആ ഒരു ഫ്ലിപ്പ് സ്മാർട്ട് ഫോണിനും പ്രൈസും കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. മോട്ടോറോള റേസർ 40 എന്ന് പറയുന്ന ആ ഒരു മോഡലിന് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 59,990 രൂപയാണ്. ഇതൊരു വലിയ പ്രൈസ് ഡ്രോപ്പ് ഒന്നും ഞാൻ പറയില്ല, എങ്കിലും നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 49,990 രൂപയാണ്. പിന്നെ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നതാണ് 46,249 രൂപ എന്ന് പറയുന്നത്. ഏകദേശം പ്രൈസാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു മോഡലിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ആ ഒരു വാല്യൂവും കാര്യങ്ങളും കിട്ടുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് നോട്ടീസ് ചെയ്തിരിക്കുക. അതുപോലെ ഈ വർഷം ലോഞ്ച് ചെയ്ത നത്തിങ് ഫോൺ 2ൻ്റെ പ്രൈസും കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലോഞ്ച് ചെയ്ത സമയത്ത് നല്ലൊരു കത്തി വിലയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള നത്തിങ് ഫോൺ തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 44,990 രൂപയാണ്. ഇപ്പോഴത്തെ ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 39,990 രൂപയാണ്. പിന്നെ നമുക്ക് ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളും വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ 36,990 രൂപയ്ക്ക് എന്തുകൊണ്ടും വർത്തായുള്ള ഒരു നത്തിങ് ഫോൺ തന്നെയാണ്. നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങൾ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആണ് ഇതിൽ ചിപ്സെറ്റ് കാര്യങ്ങൾ വരുന്നത്. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വർത്തായുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മോഡലോണ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഗൂഗിൾ പിക്സൽ 7ൻ്റെ പ്രൈസും കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓഫറിൽ. വലിയൊരു ഡ്രോപ്പ് ഒന്നും ഞാൻ പറയില്ല, എങ്കിൽ കൂടി ഒരു ഡീസൻ്റായുള്ള പ്രൈസ് ഡ്രോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 49,990 രൂപയാണ്. അത് നമുക്കിപ്പം ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് 36,490 രൂപയാണ്. OnePlusൻ്റെ സൈഡിൽ നിന്ന് OnePlus 11 സീരീസിലെ OnePlus 11R എന്ന് പറയുന്ന ഒരു മോഡലുണ്ടല്ലോ, അതിൻ്റെ ഒരു റെഡ് വേരിയൻറ്റ് ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു വേരിയൻറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 39,990 രൂപയാണ്. ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 36,990 രൂപയാണ്. ഈ ഓഫറും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 34,990 രൂപയാണ്. പിന്നെ OnePlus 11നും പ്രൈസും കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 56,990 രൂപയാണ് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് 49,990 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഈ വർഷം ലോഞ്ച് ചെയ്ത സാംസങ് ഗാലക്സി S23 സീരീസിലെ ആ ഒരു S23 എന്ന് പറയുന്ന ആ ഒരു മോഡലിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നോർമൽ പ്രൈസ് എന്ന് പറയുന്നതാണ് 74,990 രൂപ. ഇപ്പോഴത്തെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്, അതായത് ഓഫർ കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 61,990 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത S22 എന്ന് പറയുന്ന ആ ഒരു മോഡലിൻ്റെയും പ്രൈസും കാര്യങ്ങൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള സ്മാർട്ട് ഫോൺ ആയിരുന്നു. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 54,990 ആയിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു പ്രൈസ്, അതായത് ഓഫറുകളുള്ള പ്രൈസ് എന്ന് പറയുന്നത് 39,990 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും. പിക്സൽ 7ൻ്റെയും പ്രൈസും കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 43,990 രൂപയാണ് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. 32,990 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫറിൽ കിട്ടുന്നുണ്ട്. പിന്നെ അഡീഷണൽ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പ്രൈസും കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഐക്യൂൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് / അങ്ങനെ നോർമൽ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു മോഡലാണ് iQOO Neo 7 Pro എന്ന് പറയുന്ന മോഡൽ. യൂഷ്വൽ പ്രൈസ് എന്ന് പറയുന്നത് 34,990 രൂപയാണ്. ഡീൽ പ്രൈസ് 32,990 രൂപയാണ്. ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 30,990 രൂപയ്ക്ക് ഈ ഒരു മോഡൽ ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോട്ടൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഐഫോൺ സീരീസ് ഉൾപ്പെടുത്താത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് യൂട്യൂബേഴ്സും കാര്യങ്ങളും അതിനെക്കുറിച്ച് ചെറവറ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ബോറടിപ്പിക്കേണ്ടത് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസും മിഡ് റേഞ്ച് ആയിക്കോട്ടെ ഫ്ലാഗ്ഷിപ്പ് ലെവലായിക്കോട്ടെ എനിക്ക് കുറച്ച് ബെസ്റ്റായിട്ട് തോന്നിയ കുറച്ച് മോഡൽസാണ് ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഏതൊക്കെ മോഡൽസ് വാങ്ങും, ഏതൊക്കെ അവോയ്ഡ് ചെയ്യും, ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത ഏതെങ്കിലും മോഡൽസ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.